Hello dear children, welcome back to English class. Today we are going to start the second term of English textbook. ഇന്ന് നമ്മൾ second term start ചെയ്യാൻ പോവാണ്. The first chapter in second term is The Giant Panda. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ്? The Giant Panda. The Giant Panda എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Get started. Can you name these animals? One of the animals is often incorrectly called a bear, but does not belong to the bear family at all. Can you spot it? Now, look at the textbook. There are some pictures. The pictures of different animals. Different animals in the chitrangalana. അപ്പോൾ ഇതിൽ എന്താ പറയുക? One of the animal is often incorrectly called a bear. Children, it is not bear. നമ്മൾ BEAR എന്നാണ് എഴുതുക, ബട്ട് ഇറ്റ് ഈസ് നോട്ട് bear, ഇറ്റ് ഈസ് bear. bear എന്ന് പറഞ്ഞാൽ എന്താണ്? കരടി. അപ്പോൾ ഈ ചിത്രങ്ങളിൽ ഒരു ആനിമൽ മാത്രം കരടിയുടെ ഫാമിലിയിൽ പെട്ടതല്ല, bear ഫാമിലിയിൽ പെട്ടതല്ല. ബട്ട് ഓൾ അതേഴ്സ് ആർ bears. ബാക്കിയെല്ലാം ബെയറാണ്, ഒന്ന് മാത്രം ബെയറല്ല. അത് ഏതാണെന്ന് കണ്ടുപിടിക്കാമോ എന്നാണ്. നമുക്ക് ഈ ഓരോ ആനിമലിൻ്റെ പേര് പറഞ്ഞു നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ദിസ് ഈസ് ബ്രൗൺ ബെയർ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ആനിമൽ? ബ്രൗൺ ബെയർ. ബ്രൗൺ ബെയർ. സെക്കൻഡ് വൺ ഈസ് ബ്ലാക്ക് ബെയർ. ബ്ലാക്ക് ബെയർ. Third one is koala bear. Koala bear. KOALA. KOALA. Koala bear. Then fourth one is polar bear. What is the name of the animal? Yes, polar bear. POLAR. Polar bear. And the third one, and the last one is giant panda. What is the name of the last animal? Yes, giant panda. Now, can you tell me which animal is often incorrectly called a bear? It is this one, koala bear. Koala bear ഈസ് നോട്ട് എ ബെയർ. ഇത് മാത്രം, ഈ ചിത്രത്തിലുള്ള കോല ബെയർ ഒരു കരടി വിഭാഗത്തിൽപ്പെട്ട ആനിമൽ അല്ല, പക്ഷെ അതിൻ്റെ പേര് കോല ബെയർ എന്നാണ്. നമ്മളെല്ലാം അത് ബെയറാണെന്ന് തെറ്റിദ്ധരിക്കും, പക്ഷെ അത് ബെയർ അല്ല. ഇറ്റ് ഈസ് നോട്ട് എ ബെയർ. അത് ബെയർ ഫാമിലിയിൽ പെട്ടതല്ല. ഓക്കെ, ഇനി ബാക്കിയുള്ള ആനിമൽസിൻ്റെ പേര് ഒന്നുകൂടി പറഞ്ഞാലോ? ഫസ്റ്റ് വൺ, ബ്രൗൺ ബെയർ. ബ്രൗൺ ബെയർ. സെക്കൻഡ് വൺ, black bear. Black bear. This one, polar bear. Polar bear. And last one is giant panda. Giant panda. Okay. There are 8 different types of bears on the planet. Bears live in North America, South America, Europe and Asia. Giant pandas are found only in China. There are probably only about 1,000 giant pandas left in the world. There are 8 different types of bears on the planet. അപ്പോൾ ഈ പ്ലാനറ്റിൽ, ഭൂമിയിൽ 8 different types of bears ഉണ്ട്. എത്ര ടൈപ്സ് ഓഫ് bears ഉണ്ട്? 8 different types of bear. അപ്പോൾ 7 ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള കരടികൾ ലോകത്തിലുണ്ട്. ഓക്കെ, 8 ഡിഫറെൻറ്റ് ടൈപ്സ്. ബെയേഴ്സ് ലിവ് ഇൻ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ് ആൻഡ് ഏഷ്യ. ഈ താഴെയുള്ള ചിത്രത്തിലേക്ക് നോക്കൂ. ദിസ് ഈസ് ദ വേൾഡ് മാപ്പ്. ഇത് വേൾഡ് മാപ്പാണ്. ഇവിടെ ഡിഫറെൻറ്റ് കോണ്ടിനെൻസിൻ്റെ ചിത്രങ്ങളാണ് ഉള്ളത്.
ഇതേതാണ്? ഇത് നോർത്ത് അമേരിക്ക, ഇത് സൗത്ത് അമേരിക്ക, ആൻഡ് ദിസ് ഇസ് ആഫ്രിക്ക, ആൻഡ് ദിസ് ഇസ് യൂറോപ്പ്, ആൻഡ് ദിസ് ഇസ് ഏഷ്യ, ആൻഡ് ദിസ് ഇസ് ഓസ്ട്രേലിയ, ആൻഡ് ദിസ് ഇസ് അന്റാർട്ടിക്ക. ദീസ് ആർ ദ ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ്. ഇത് ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് ആണ്. ഇനി നോക്കൂ, ബെയേഴ്സ് എവിടെയൊക്കെയാണുള്ളത്? ബെയേഴ്സ് ലിവ് ഇൻ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ. ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. എവിടെയാണ് നോർത്ത് അമേരിക്ക? യെസ്. സോ ഇവിടെ എന്തുണ്ട്? ബെയേഴ്സ്. നോർത്ത് അമേരിക്കയിൽ ബെയർ. സോ ബെയേഴ്സ് ലിവ് ഇൻ നോർത്ത് അമേരിക്ക, ആൻഡ് ദെൻ സൗത്ത് അമേരിക്ക, ആൻഡ് ദെൻ യൂറോപ്പ്, ആൻഡ് ദെൻ ഏഷ്യ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് ബെയേഴ്സ് ഉള്ളത്. ഏതൊക്കെയാണ്? ബെയേഴ്സ് ലിവ് ഇൻ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ് ആൻഡ് ഏഷ്യ. നമ്മൾ എവിടെയാണുള്ളത്? യെസ്, വി ലിവ് ഇൻ ഏഷ്യ. ഇതാണല്ലേ ഇന്ത്യ. ഇത് ഇന്ത്യ, അപ്പം ഇത് ഏഷ്യ. നമ്മൾ ഏഷ്യയിലാണുള്ളത്. ഓക്കെ. ജയൻറ്റ് പാൻഡാസ് ആർ ഫൗണ്ട് ഓൺലി ഇൻ ചൈന. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു, ജയൻറ്റ് പാൻഡ എന്ന് പറഞ്ഞാൽ ഈ ബെയർ ഫാമിലിയിൽപ്പെട്ട ഒരു ആനിമലാണ് അല്ലേ? ജയൻറ്റ് പാൻഡ ബെയർ ഫാമിലിയിൽപ്പെട്ട, കരടി വിഭാഗത്തിൽപ്പെട്ട ഒരു ആനിമലാണ് ജയൻറ്റ് പാൻഡ. ജയൻറ്റ് പാൻഡ ചൈനയിൽ മാത്രമേ കാണുന്നുള്ളൂ. ജയൻറ്റ് പാൻഡാസ് ആർ ഫൗണ്ട് ഓൺലി ഇൻ ചൈന. ചൈന എവിടെയായിട്ട് വരും? ഏകദേശം ഇവിടെയായിട്ട് വരും ചൈന. അപ്പോൾ ചൈനയിൽ മാത്രമേ ജയൻറ്റ് പാൻഡാസ് കാണുന്നുള്ളൂ. ജയൻറ്റ് പാൻഡാസ് ആർ ഫൗണ്ട് ഓൺലി ഇൻ ചൈന. There are probably only about 1,000 giant pandas left in the world. അപ്പോൾ ലോകത്തിൽ മൊത്തത്തിൽ ആകെ ഒരു 1000 ജയൻറ്റ് പാൻഡാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ മലയാളത്തിൽ ഭീമൻ പാണ്ട എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ലോകത്തിൽ മൊത്തം നമ്മൾ എണ്ണം നോക്കുകയാണെങ്കിൽ 1000 ജയൻറ്റ് പാൻഡാസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ there are 8 different types of bears on the planet. How many types? 8. Bears live in North America, South America, Europe and Asia. And giant pandas are only found in China. Okay. Section 1. What are giant pandas? Okay. Now we can learn what are giant pandas. ഈ ജയൻറ്റ് പാൻഡാസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ജയൻറ്റ് പാൻഡാസ് ആർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചൈനീസ് ബെയേഴ്സ്. ജയൻറ്റ് പാൻഡാസ് ആർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചൈനീസ് ബെയേഴ്സ്. അപ്പം നമ്മൾ പറഞ്ഞു ജയൻറ്റ് പാൻഡാസ് ചൈനയിൽ മാത്രമേ കാണുള്ളൂ എന്നല്ലേ. അപ്പോൾ ചൈനയിൽ കാണുന്ന ബ്ലാക്കും വൈറ്റും കളറിലുള്ള ബെയർ, കരടീനെയാണ് നമ്മൾ എന്ത് പറയുക? ജയൻറ്റ് പാൻഡാസ് എന്ന് പറയാം. ജയൻറ്റ് പാൻഡാസ് ആർ black and white Chinese bears. Okay. Female pandas are called sows. Female pandas are called sows. Males are called boars and baby pandas are called cubs. Female panda, അതായത് പെൺ പാണ്ടകളെ നമ്മൾ എന്താ വിളിക്കുക? സോ എന്നാണ് വിളിക്കുക. പെൺ പാണ്ടകളെ സോസ് എന്ന് വിളിക്കും. മെയിൽസ്, അതായത് ആൺ പാണ്ടകളെ നമ്മൾ എന്ത് വിളിക്കും? ബോഴ്സ് എന്ന് വിളിക്കും. ഫീമെയിൽ പാൻഡാസ് ആർ കോൾഡ് സോസ്. മെയിൽ പാൻഡാസ് ആർ കോൾഡ് ബോഴ്സ്. BOAR, ബോഴ്സ്. ആൻഡ് ബേബി പാൻഡാസ് ആർ കോൾഡ് cubs. Okay. The panda is a symbol of peace in China. അപ്പോൾ ചൈനയിൽ സമാധാനത്തിൻ്റെ സിമ്പൽ, സമാധാനത്തിൻ്റെ ചിഹ്നമാണ് എന്ത്? പാൻഡ. ഓക്കെ. സോ വാട്ട് ആർ ജയൻറ്റ് പാൻഡാസ്? ജയൻറ്റ് പാൻഡാസ് ആർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചൈനീസ് ബെയർ. ഫീമെയിൽ പാൻഡാസ് ആർ കോൾഡ് സോസ്. മെയിൽ പാൻഡാസ് ആർ കോൾഡ് ബോഴ്സ് ആൻഡ് ബേബി പാൻഡാസ് ആർ കോൾഡ് cubs. The panda is a symbol of peace in China. Okay. What do pandas look like? Pandas കാണാൻ എങ്ങനെയാണ്? Pandas are large and have big heads and heavy bodies. Pandas are
ലാർജ്, ഭയങ്കര വലുതാണ് പാൻഡാസ്. ആൻഡ് ഹാവ് ബിഗ് ഹെഡ്സ് ആൻഡ് ഹെവി ബോഡീസ്. പാൻഡാസിന് വലിയ തലകളും വലിയ ശരീരവുമാണുള്ളത്. ദെയർ ഇയേഴ്സ് ആർ റൗണ്ട് ആൻഡ് ദെയർ ടെയിൽസ് ആർ ഷോർട്ട്. പാൻഡാസിൻ്റെ ചെവികൾ റൗണ്ടാണ്, വൃത്തത്തിലുള്ള ചെവികളാണ്. ആൻഡ് ദെയർ ടെയിൽസ് ആർ ഷോർട്ട്. അവയുടെ വാലെന്താണ്, വളരെ ചെറുതാണ്. The Chinese call the panda the giant cat bear because they have cat-like eyes. അപ്പോൾ പാൻഡാസിൻ്റെ കണ്ണുകൾ വളരെ ചെറുതാണ്, അല്ലേ? നോക്കൂ, പൂച്ചയെ പോലുള്ള കണ്ണുകളാണ്. അപ്പോൾ അതുകൊണ്ട് ചൈനീസ് കോൾ പാൻഡ ദ ജയൻറ്റ് കാറ്റ് ബെയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പൂച്ചയെ പോലുള്ള കണ്ണുകളായതുകൊണ്ട് ജയൻറ്റ് കാറ്റ് ബെയർ എന്ന് ചൈനക്കാർ ഈ പാൻഡേനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, സോ വൈ ഡിഡ് ദ ചൈനീസ് കോൾ ദ പാൻഡ ജയൻറ്റ് കാറ്റ് ബെയർ? ബിക്കോസ് ദേ ഹാവ് കാറ്റ് ലൈക്ക് ഐസ്. ഓക്കെ, പാൻഡാസ് ഹാവ് ഷാർപ്പ് ഐസ് ആൻഡ് ക്യാൻ സീ വെരി വെൽ. ഷാർപ്പ് ഐസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷാർപ്പ് ഐസ് മീൻസ് ഐസ് വിച്ച് ക്യാൻ സീ ഫാർ ആൻഡ് ക്ലിയർലി. നല്ല കൃത്യമായിട്ട്, നല്ല ദൂരത്തേക്ക്, നല്ല വ്യക്തമായിട്ട് കാണാൻ പാൻഡകൾക്ക് കഴിയും. ഓക്കെ, സോ പാൻഡാസ് ആർ ലാർജ് ആൻഡ് ദേ ഹാവ് ബിഗ് ഹെഡ്സ് ആൻഡ് ഹെവി ബോഡീസ്. ദെയർ ഇയേഴ്സ് ആർ റൗണ്ട് ആൻഡ് ദെയർ ടെയിൽസ് ആർ വെരി ഷോർട്ട്. Chinese call the panda giant cat bear. Why? Because they have cat-like eyes. And pandas have sharp eyes and they can see very well. നല്ല ഷാർപ്പ് ഐസാണ്, അപ്പോൾ അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് കാണാൻ പറ്റും, നല്ല ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് അവർക്ക് കാണാൻ കഴിയും. ഓക്കെ, ജയൻറ്റ് പാൻഡാസ് ആർ മെയിൻലി വൈറ്റ്. However, they have black patches around the eyes, ears, shoulders, chest, legs and feet. ജയൻറ്റ് പാൻഡാസ് വെള്ള നിറത്തിലാണ് കാണുന്നത്. പക്ഷേ അവയുടെ കണ്ണിന് ചുറ്റും, അറൗണ്ട് ദ ഐസ്, നമുക്ക് ചിത്രത്തിൽ കാണാം, ദേ കണ്ണിന് ചുറ്റും. ഇയേഴ്സ്, ചെവി. ഷോൾഡേഴ്സ്, കണ്ടോ ഈ ചിത്രത്തിൽ നോക്കൂ, ഷോൾഡേഴ്സ്. ചെസ്റ്റ്, അവയുടെ ചെസ്റ്റ്. ലെഗ്സ്, കാലുകൾ. ആൻഡ് ഫീറ്റ്. ഇതെല്ലാം എന്താണ്? ബ്ലാക്ക് പാച്ചസ്. ഇവിടെയൊക്കെ ബ്ലാക്ക് കളറിലുള്ള പാച്ചസ് ഉണ്ട്. അപ്പോൾ ജയൻറ്റ് പാൻഡാസ് വെള്ള നിറത്തിലാണ്, പക്ഷേ അവയുടെ ശരീരത്തിൽ ബ്ലാക്ക് പാച്ചസ് ഉണ്ട്. ജയൻറ്റ് പാൻഡാസ് ആർ മെയിൻലി വൈറ്റ് ആൻഡ് ദേ ഹാവ് ബ്ലാക്ക് പാച്ചസ് അറൗണ്ട് ഐസ്, ഇയേഴ്സ്, ഷോൾഡേഴ്സ്, ചെസ്റ്റ്, ലെഗ്സ് ആൻഡ് ഫീറ്റ്. ഇവിടെയൊക്കെ കറുത്ത നിറത്തിൽ പാച്ചസ് ഉണ്ട്. ഓക്കെ, ദേ ലിവ് ഇൻ സ്നോവി ആൻഡ് റോക്കി പ്ലേസസ്. അവ നല്ല മഞ്ഞ് ഉള്ള അല്ലെങ്കിൽ കല്ലുകൾ നിറഞ്ഞ റോക്കി ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് അവർ താമസിക്കുക. വേർ ഡു ദേ ലിവ്? ദേ ലിവ് ഇൻ സ്നോവി ആൻഡ് റോക്കി പ്ലേസസ്. നല്ല മഞ്ഞ് മൂടിയ എന്നാൽ ഒരുപാട് കല്ലുകളൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളിലാണ് അവർ താമസിക്കുക. Their black and white coloring helps them to hide from enemies. അപ്പോൾ ശത്രുക്കളിൽ നിന്ന്, എനിമീസിൽ നിന്ന് ഒളിക്കാൻ അവയുടെ ഈ കളർ അവയെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ശത്രുക്കളുടെ കണ്ണിൽ പെടില്ല, അല്ലേ? സോ their black and white coloring help them to hide from enemies. Pandas have very thick, oily, woolly fur that keeps them warm in the cold and wet mountains. പാൻഡാസിൻ്റെ ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? രോമം, അല്ലേ? അവയുടെ നല്ല കട്ടിയുള്ള, നല്ല തിക്കായിട്ടുള്ള, ഓയിലി, നല്ല എണ്ണ നിറഞ്ഞ, നല്ല കട്ടിയുള്ള രോമങ്ങൾ അവയെ തണുപ്പ് കാലത്തും പിന്നെ തണുപ്പ് നിറഞ്ഞ മലകളിലൊക്കെ അവയെ നല്ല വാമാക്കി നിർത്താൻ വേണ്ടി, നല്ല ചൂടായി നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഹൗ ബിഗ് ആർ ജയൻറ്റ് പാൻഡാസ്? ഈ ജയൻറ്റ് പാൻഡാസ് എത്ര വലുതാണ്?
നമ്മൾ ജയൻറ്റ് പാൻഡാസ് എങ്ങനെയാണ് കാണാൻ, എന്താണെന്നൊക്കെ പഠിച്ചില്ലേ? അവ എത്ര വലുതാണ്? എ ഫുൾ ഗ്രോൺ മെയിൽ പാൻഡ ക്യാൻ ബി അബൌട്ട് 6 feet tall ആൻഡ് വെയ് അപ്പ് ടു 115 kilograms. ഒരു വലിയ മുഴുവനായിട്ട് വളർന്ന, ഫുൾ ഗ്രോൺ എന്ന് പറഞ്ഞാൽ പൂർണ്ണ വളർച്ചയെത്തിയ, മുഴുവനായിട്ട് വളർന്ന ഒരു മെയിൽ പാൻഡ, ഒരു ആൺ പാൻഡ ക്യാൻ ബി അബൌട്ട് 6 feet tall, 6 അടി ഉയരം, 6 feet tall ഉണ്ടാകും, അത്ര ഉയരം ഉണ്ടാകും. ആൻഡ് വെയ് അപ്പ് ടു 115 kilograms, 115 കിലോഗ്രാം വെയിറ്റും ഉണ്ടാകും ഒരു പൂർണ്ണ വളർച്ചയെത്തിയ പാൻഡ. ഓക്കെ. ഫീമെയിൽസ് ആർ സ്മോളർ. അപ്പോൾ പെൺ പാൻഡകൾ ചെറുതാണ്, ഇത്ര വലിപ്പം ഉണ്ടാവില്ല. വൈൽ മെനി പീപ്പിൾ തിങ്ക് പാൻഡാസ് ആർ കഡ്ലി ആൻഡ് സ്വീറ്റ്, ദേ ക്യാൻ ബി ആസ് ഡേഞ്ചറസ് ആസ് എനി അതർ ബെയേഴ്സ്. ഈ പാൻഡാസിനെ കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? അത് വളരെ കഡ്ലി മീൻസ് സോഫ്റ്റ് ആൻഡ് ലവബിൾ, മേക്കിംഗ് വൺ വാണ്ട് ടു ഹഗ് ദം. കഡ്ലി എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ഹഗ് ചെയ്യാൻ, കെട്ടിപ്പിടിക്കാനൊക്കെ തോന്നുന്ന പോലെയാണല്ലോ ഈ പാൻഡ. അപ്പം നമ്മൾ വിചാരിക്കും എന്താ, വളരെ സോഫ്റ്റാണ് പാൻഡ എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ? സോഫ്റ്റും സ്വീറ്റും ഒക്കെ ആണെന്ന് നമ്മൾ വിചാരിക്കും. ബട്ട് ദേ ക്യാൻ ബി ഡേഞ്ചറസ് ആസ് എനി അതർ ബെയേഴ്സ്. മറ്റ് കരടികളെ പോലെ തന്നെ ഇവയും വളരെ ഡേഞ്ചറസ് ആണ്. നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ, വളരെ ക്യൂട്ടാണ്, നല്ല ഒരുപാട് രോമങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് ഇതിനെ കെട്ടിപ്പിടിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ബട്ട് ദേ ക്യാൻ ബി ഡേഞ്ചറസ് ആസ് എനി അതർ ബെയേഴ്സ്. ഓക്കെ. ഹൗ ഡു പാൻഡാസ് മൂവ്? പാൻഡാസ് ആർ ഗുഡ് ക്ലൈംബേഴ്സ്. പാൻഡാസ് എന്താണ്? അവർക്ക് വളരെ നന്നായിട്ട് മരം കയറാനൊക്കെ അറിയാം. സംടൈംസ് ദേ ടേക്ക് an afternoon nap high up in the trees. Sometimes they take an afternoon nap high up in the trees. Nap means short sleep. പാൻഡാസ് എന്താണ്? നല്ല ക്ലൈംബേഴ്സ് ആണ്, നന്നായിട്ട് അവർക്ക് മരം കയറാൻ അറിയാം. ചിലപ്പോൾ അവർ ആഫ്റ്റർനൂൺ നാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഷോർട്ട് സ്ലീപ്പ്. അപ്പോൾ ചിലപ്പോൾ അവർ ഈ ചെറിയ ഉച്ചമയക്കങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് മരത്തിൻ്റെ മുകളിലായിരിക്കും ചിലപ്പോൾ അവർ. ഇപ്പോൾ ഈ ചിത്രം നോക്കൂ, കണ്ടില്ലേ? ഈ പാൻഡ മരത്തിൻ്റെ മുകളിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങുക അല്ലേ? ഇവിടെ ഉണ്ടോ, ഈ മരത്തിൽ തൂങ്ങിക്കിടന്നാണ് ഈ പാൻഡ ഉറങ്ങുന്നത്. അപ്പോൾ അവർ നന്നായിട്ട് അവർ മരം കയറും. ദേ ആർ ഗുഡ് ക്ലൈംബേഴ്സ്. പാൻഡാസ് ആർ ഗുഡ് ക്ലൈംബേഴ്സ്. ഓക്കെ. ദേ യൂസ് ദെയർ ഷോർട്ട് ക്ലോസ് ടു ഹോൾഡ് ഓൺ ടു ദ ബാർക്ക് ഓഫ് ട്രീസ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ കരടികളുടെയൊക്കെ നഖങ്ങളെയാണ് നമ്മൾ ക്ലോ എന്ന് പറയാം, CLAW. അപ്പോൾ കണ്ടില്ലേ, മരത്തിലൊക്കെ ഇങ്ങനെ ഇവിടെ കണ്ടില്ലേ തൂങ്ങി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ബാർക്ക്, മരത്തിൻ്റെ ചില്ലകളിൽ തൂങ്ങി പിടിക്കാൻ അവയുടെ ക്ലോസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പാൻഡാസ് കനോട്ട് റൺ ഫാസ്റ്റ്. പാൻഡാസിന് നല്ല വെയിറ്റ് ഉണ്ടല്ലേ, 115 kilograms ആണ്. സോ ദേ കാൺട്ട് റൺ ഫാസ്റ്റ്ലി. അവർക്ക് നല്ല സ്പീഡിൽ ഓടാൻ കഴിയില്ല. Section 2. Now we can go to the section 2. Second section. What do pandas eat? Pandas എന്താണ് കഴിക്കുക? In the wild, pandas only eat bamboo. ഇപ്പോൾ കാട്ടിലാണെങ്കിൽ അവർ മുളകൾ മാത്രമാണ് കഴിക്കുക. Pandas have to eat a lot of food to stay healthy. നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ പാൻഡാസിന് ഒരുപാട് ഭക്ഷണം കഴിക്കണം. Pandas have to eat a lot of food to stay healthy. They eat 10 to 20 kilograms of bamboo every day. അവർ എല്ലാ ദിവസവും 10 to 20 kilograms ബാമ്പു കഴിക്കും. അപ്പോൾ 10 മുതൽ 20 കിലോഗ്രാം വരെ മുളകൾ അവർ ഓരോ ദിവസവും കഴിക്കും. ഓക്കെ. നന്നായിട്ട് ഭക്ഷണം കഴിച്ചാലേ പാൻഡ ഹെൽത്തി ആയിട്ട് ഇരിക്കുള്ളൂ. There are very few bamboo forests left today. So many wild pandas are short of food. അപ്പോൾ ഇന്ന് കുറച്ച് ബാംബു ഫോറസ്റ്റുകൾ, ഈ മുളങ്കാടുകൾ ഇന്ന് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാൻഡാസിന് ഫുഡ് കിട്ടുന്നില്ല. ഷോർട്ട് ഓഫ് ഫുഡ് മീൻസ് ഡു നോട്ട് ഗെറ്റ് ഇനഫ് ഫുഡ്. അപ്പോൾ പാൻഡാസിന് അവർക്ക് വേണ്ടത്ര ഭക്ഷണം ഇന്ന് കിട്ടുന്നില്ല. കാരണം എന്താ? Because there are very few bamboo forests left today.
കുറച്ച് ബാംബു ഫോറസ്റ്റുകൾ മാത്രമേ ഇന്ന് ലെഫ്റ്റ് ചെയ്യുന്നുള്ളൂ, ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. ഓക്കെ, സൂൺ വി മേ ഫൈൻഡ് ദാറ്റ് ദർ ആർ നോ പാൻഡാസ് ലെഫ്റ്റ് ഇൻ ദ വേൾഡ്. അപ്പം ഇതിങ്ങനെ പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ലോകത്തിൽ പാൻഡാസ് തന്നെ ഇല്ലാണ്ടാവും. കാരണം എന്താ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ എന്താ വേണ്ടേ? മുള വേണം. മുള ഇവിടെ ഉണ്ടോ? ഇല്ല, മുളക്കാടുകൾ വളരെ കുറവാണ്. പാൻഡാസ് നീഡ് എ ലോട്ട് ഓഫ് ബാംബു ആൻഡ് ദർ ആർ എ വെരി few bamboo forests left today. Soon we may find that there are no pandas left in the world. In zoos and in other centers where they are taken care of, pandas eat bamboo, rice cereal, carrots, apple and sweet potatoes. അപ്പോൾ സൂവിലും പിന്നെ വേറെ ഈ പാൻഡാസിനെ സംരക്ഷിക്കുന്ന മറ്റ് ചില സെൻറ്റേഴ്സിലും പാൻഡാസ് എന്തൊക്കെയാണ് കഴിക്കുക? ദേ ഈറ്റ് ബാംബു, അവർ മുള കഴിക്കും, റൈസ് സെറിയൽ കഴിക്കും, ക്യാരറ്റ്സ്, ആപ്പിൾസ് ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോസ്. അപ്പം ഇതെല്ലാമാണ് അവർ സൂവിലും അതർ സെൻറ്റേഴ്സിലും വെച്ച് കഴിക്കുന്നത്. ദ പാൻഡാസ് ഫ്രണ്ട് പോസ് ആർ നോട്ട് ലൈക്ക് ദ പോസ് ഓഫ് അതർ ആനിമൽസ്. ദേ ഹാവ് എ തമ്പ്. ദേ യൂസ് ദെയർ പോസ് ടു ഹോൾഡ് ദെയർ ഫുഡ്. അപ്പോൾ പാൻഡാസിൻ്റെ മുന്നിലുള്ള കാലുകൾ, മുന്നിലുള്ള പാദങ്ങൾ ബാക്കിയുള്ള ആനിമൽസിൻ്റെ കാലുകൾ പോലെയല്ല. കാരണം എന്താ? ദേ ഹാവ് എ തമ്പ്. അവർക്ക് ഒരു തമ്പുണ്ട്. തമ്പ് എന്താണ്? തള്ളവിരലല്ലേ? അവർക്ക് ഒരു തള്ളവിരലുണ്ട്. ദേ യൂസ് ദെയർ പോസ് ടു ഹോൾഡ് ദെയർ ഫുഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഭക്ഷണം, ഫുഡ് പിടിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ഈ തമ്പ് യൂസ് ചെയ്യും. ബാംബു ഷൂട്ട്സ് ആൻഡ് ലീവ്സ്. അപ്പോൾ ബാംബുവിൻ്റെ മുളയുടെ ചില്ലകളും ഇലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ പോ ഉപയോഗിക്കും. ഓക്കെ, ഹൗ ലോങ് ഡു പാൻഡാസ് ലിവ്? പാൻഡാസ് എത്ര കാലമാണ് ജീവിക്കുക? ജയൻറ്റ് പാൻഡാസ് ലിവ് ഫോർ അബൌട്ട് 35 years. ജയൻറ്റ് പാൻഡാസ് ലിവ് ഫോർ അബൌട്ട് 35 years. 35 വർഷമാണ് ജയൻറ്റ് പാൻഡ ജീവിക്കുന്നത്. സംടൈംസ് ദേ ലിവ് ലോങ്ങർ ഇൻ ക്യാപ്റ്റിവിറ്റി ദാൻ ഇൻ ദ വൈൽഡ്. സംടൈംസ് they live longer in captivity than in the wild. Captivity means here not live in the wild but in zoo or etc. അപ്പോൾ കാട്ടിലല്ലാതെ ഈ സൂവിലോ അല്ലെങ്കിൽ അതർ സെൻറ്റേഴ്സിലൊക്കെ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ജയൻറ്റ് പാൻഡാസ് ഇതിലധികം 35 വർഷത്തിലധികം ജീവിക്കാറുണ്ട്. ഓക്കെ, വാട്ട് സൗണ്ട്സ് ഡു പാൻഡാസ് മേക്ക്? പാൻഡാസ് ഉണ്ടാക്കുന്ന ശബ്ദം എന്താണ്? പാൻഡാസ് മോസ്റ്റ്ലി കീപ് സൈലൻറ്റ്. പാൻഡാസ് അധികവും വളരെ സൈലൻ്റ് ആയിരിക്കും, നിശബ്ദമായിരിക്കും. ദേ ബ്ലീറ്റ് വെൻ ദേ കമ്മ്യൂണിക്കേറ്റ് ഇൻ എ ഫ്രണ്ട്ലി മാനർ. ബ്ലീറ്റ് മീൻസ് മേക്ക് എ സൗണ്ട് ലൈക്ക് ദാറ്റ് ഓഫ് എ ഷീപ്പ്. ഒരു ചെമ്മരിയാടിൻ്റെ ശബ്ദം പോലെ ഒരു ശബ്ദം അവരുണ്ടാക്കും. എപ്പോൾ? വെൻ ദേ കമ്മ്യൂണിക്കേറ്റ് ഇൻ എ ഫ്രണ്ട്ലി മാനർ. വളരെ ഫ്രണ്ട്ലി മാനറിലാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അവരെന്ത് ശബ്ദം ഉണ്ടാക്കുക? ബ്ലീഡ് സൗണ്ട്. ദാറ്റ് മീൻസ് സൗണ്ട് ലൈക്ക് എ ഷീപ്പ്. ഒരു ചെമ്മരിയാടിൻ്റെ ശബ്ദം പോലെയുള്ള ശബ്ദം അവരുണ്ടാക്കും. ദേ ബാർക്ക് ടു സ്കെയർ എവേ ആൻ എനിമി. ബാർക്ക് എന്താ? കുരയ്ക്കുക അല്ലേ? അപ്പോൾ എനിമി, ശത്രുവിനൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ബാർക്ക് ചെയ്യും. ദേ ബാർക്ക് ടു സ്കെയർ. സ്കെയർ മീൻസ് പേടിപ്പിക്കുക. സ്കെയർ എവേ ആൻ എനിമി. വെൻ ദേ ആർ ഇൻ പെയിൻ ദേ സ്ക്വീൽ. സ്ക്വീൽ മീൻസ് മേക്ക് എ ലോങ് ഹൈ പിച്ച്ഡ് സൗണ്ട്. അപ്പോൾ അവർ വേദന, എന്തെങ്കിലും മുറിവൊക്കെ പറ്റി വേദനയിലാണെങ്കിൽ അവരെന്താ ചെയ്യുക? മേക്ക് എ ലോങ് ഹൈ പിച്ച്ഡ് സൗണ്ട്. വളരെ നീണ്ട ഒരു ഉച്ചത്തിലുള്ളൊരു ശബ്ദം ഉണ്ടാക്കും. അതിനാണ് സ്ക്വീൽ എന്ന് പറയാം. ഓക്കെ, സോ പാൻഡാസ് മോസ്റ്റ്ലി കീപ് സൈലൻറ്റ്. ദേ ബ്ലീഡ്. ദേ മേക്ക് സൗണ്ട്സ് ലൈക്ക് എ ഷീപ്പ് when they communicate in a friendly manner. They bark to scare away an enemy. When they are in pain, they make a long, high-pitched sound. Okay. Who are the panda's enemies? നമ്മളിപ്പോൾ പാൻഡാസിൻ്റെ എനമീസിനെ കുറിച്ച് പറഞ്ഞല്ലേ. ആരൊക്കെയാണ് പാൻഡാസിൻ്റെ എനമീസ്? A giant panda has very few natural enemies. One of them is the snow leopard.
It can catch the baby panda that has moved away from its mother. Sometimes a hungry eagle may snatch a baby panda that has been left in a tree. ജയൻറ്റ് പാൻഡയ്ക്ക് വളരെ കുറച്ച് നാച്ചുറൽ എനിമീസ് മാത്രമേ ഉള്ളൂ. അതിൽ ഒന്ന് ഏതാണ്? വൺ ഓഫ് ദം ഈസ് സ്നോ ലെപ്പേർഡ്. ലെപ്പേർഡ് എന്താണ്? പുലി. സ്നോ ലെപ്പേർഡ് എന്ന് പറഞ്ഞാൽ ഹിമപ്പുലി. മഞ്ഞ് സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ഒരു പുലിയാണ് സ്നോ ലെപ്പേർഡ്. അപ്പോൾ സ്നോ ലെപ്പേർഡാണ് ഒരു എനിമി. ഇറ്റ് ക്യാൻ ക്യാച്ച് എ ബേബി പാൻഡ ദാറ്റ് ഹാസ് മൂവ്ഡ് എവേ ഫ്രം ഇറ്റ്സ് മദർ. അപ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് മാറുന്ന ഒരു ചെറിയ കുട്ടി പാൻഡേനെ എന്ത് ചെയ്യും? ഈ ലെപ്പേർഡ് പിടിച്ചുകൊണ്ട് പോകും. ഓക്കെ. സംടൈംസ് എ ഹംഗ്രി ഈഗിൾ മേ സ്നാച്ച് എ ബേബി പാൻഡ ദാറ്റ് ഹാസ് ബീൻ ലെഫ്റ്റ് ഇൻ എ ട്രീ. ചിലപ്പോൾ മരങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ആയിട്ടുള്ള കുഞ്ഞു പാണ്ടകൾ ഉണ്ടാവില്ലേ, അവയൊക്കെ ഒരു ഈഗിൾ പരുന്ത് ചിലപ്പോൾ സ്നാച്ച് ചെയ്ത് കൊണ്ടുപോകും, ചിലപ്പോൾ റാഞ്ചി കൊണ്ടുപോകും. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് രണ്ട് എനിമീസ്. ആരൊക്കെയാണ്? സ്നോ ലെപ്പേർഡും ഈഗിളും. പീപ്പിൾ ഹണ്ട് പാൻഡാസ് ഫോർ ദെയർ ഫർ. ഓക്കെ, മനുഷ്യരും പാൻഡാസിൻ്റെ എനിമീസാണ്. എങ്ങനെയാണ്? ദേ ഹണ്ട് പാൻഡാസ് ഫോർ ദെയർ ഫർ. പാൻഡാസിൻ്റെ രോമത്തിന് വേണ്ടിയിട്ട് മനുഷ്യർ പാൻഡാസിനെ പിടിക്കാറുണ്ട്. പീപ്പിൾ ഓൾസോ കട്ട് ഡൗൺ ദ ബാംബു ഫോറസ്റ്റ് ദേ ലിവ് ഇൻ. ഓ, മനുഷ്യരിപ്പോൾ എന്താ ചെയ്യാറ്? അവർ ഈ പാൻഡാസ് ജീവിക്കുന്ന ബാംബു ഫോറസ്റ്റ് ഇല്ലേ, ആ ബാംബു ഫോറസ്റ്റൊക്കെ അവർ ചിലപ്പോൾ കട്ട് ചെയ്ത് കളയും. ബാംബു ഒക്കെ അവർ മനുഷ്യരെടുക്കില്ലേ മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അപ്പോൾ അവർ ബാംബു ഫോറസ്റ്റ് മുറിച്ച് കളയും. സോ പാൻഡാസ് ഹാവ് നോ പ്ലേസ് ടു ലിവ് ആൻഡ് വാണ്ടർ ഇൻ ടു നിയർ ബൈ വില്ലേജസ് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. അപ്പോൾ അവരുടെ ബാംബു ഫോറസ്റ്റൊക്കെ മനുഷ്യർ നശിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ദേ ഹാവ് നോ പ്ലേസ് ടു ലിവ്. അവർക്ക് താമസിക്കാൻ സ്ഥലമൊന്നും ഉണ്ടാവില്ല. ആൻഡ് വാണ്ടർ ഇൻ ടു നിയർ ബൈ വില്ലേജസ് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ അടുത്ത വില്ലേജ്, അടുത്ത ഗ്രാമങ്ങളിലൊക്കെ അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്റ്റോറി. നൗ വി ക്യാൻ ഗോ ടു ദ വർക്ക്സ്. ബി, listen to your teacher read out section 2. Tick the words to complete the sentences. അപ്പോൾ ഇവിടെ കുറച്ച് സെൻറ്റൻസസ് ഉണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം? താഴെയുള്ള വേർഡ്സ് ഈ സെൻറ്റൻസസ് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയുള്ള വേർഡ്സിൽ ഏതാണ് അപ്രോപ്രിയേറ്റ്, ഏതാണ് കറക്റ്റ് എന്ന് നോക്കണം. എ ജയൻറ്റ് പാൻഡ ലിവ്സ് ഫോർ അബൌട്ട് ഡാഷ് ഇയേഴ്സ്. എത്ര കാലമാണ് ജയൻറ്റ് പാൻഡ ജീവിക്കുക? 35, 100, 25. നിങ്ങളുടെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. സെക്കൻഡ് വൺ, ഇഫ് എ ജയൻറ്റ് പാൻഡ ഡാഷ് വി നോ ഇറ്റ് വാണ്ട്സ് ടു സ്കെയർ അവേ എനിമി. അപ്പോൾ ശത്രുവിനെ, എനിമീനെ ഓടിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ജയൻറ്റ് പാൻഡ ചെയ്യുക? എ ബാർക്സ്, ബി സ്ക്വീൽസ്, സി ബ്ലീഡ്സ്. ഇതിലേതാണ് ജയൻറ്റ് പാൻഡ ചെയ്യുക? തേർഡ് വൺ, if a giant panda dash we know that it is in pain. അപ്പോൾ വേദനിക്കുമ്പോൾ ജയൻറ്റ് പാൻഡ എന്ത് ശബ്ദമാണ് ഉണ്ടാക്കുക? എ ബാർക്സ്, ബി വൈൻസ്, സി സ്ക്വീൽസ്. ഫോർത്ത് വൺ, പീപ്പിൾ ഹണ്ട് ദ ജയൻറ്റ് പാൻഡ ഫോർ ഇറ്റ്സ് ഡാഷ്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യർ ജയൻറ്റ് പാൻഡേനെ പിടിക്കാറ്? എ ഫർ, ബി ബാംബു, സി ഫോറസ്റ്റ്. So, please tick the correct words to complete the sentences. C section. Work in pairs and complete this table about the giant panda. Use words or short phrases as given in the example. Now, here there is a table. ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. അത് ജയൻറ്റ് പാൻഡാനെ കുറിച്ചുള്ള ടേബിളാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള നമ്മൾ ജയൻറ്റ് പാൻഡാനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. ഫസ്റ്റ് വൺ, അപ്പിയറൻസ്. അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ജയൻറ്റ് പാൻഡ എങ്ങനെയാണ് കാണാൻ? ലാർജ് അല്ലേ, വളരെ വലുതാണ്. ഹെവി, ബിഗ് ഹെഡ്, റൗണ്ട് ഇയേഴ്സ്, ഷോർട്ട് ടെയിൽ, സോഫ്റ്റ് ഫർ. അടുത്തത് എന്താണ്? കളർ. എന്താണ് ജയൻറ്റ് പാൻഡൻ്റെ കളർ? അതാണ് അവിടെ എഴുതേണ്ടത്. സൈസ്, എത്ര വലിപ്പമാണുള്ളത്? അത് വെയ്റ്റും നമുക്കിവിടെ എഴുതാം.
ഹൈറ്റും വെയ്റ്റും ആണ് അവിടെ എഴുതേണ്ടത്, സൈസ് എന്നിടത്ത്. മൂവ്മെൻറ്റ്, എങ്ങനെയാണ് ജയൻറ്റ് പാൻഡ മൂവ് ചെയ്യുക, അത് എങ്ങനെ സ്പീഡിൽ റൺ ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ കഴിയുക, ഇതാണ് അവിടെ എഴുതേണ്ടത്, എങ്ങനെയാണ് മൂവ് ചെയ്യാന്ന്. ലൈഫ് സ്പാൻ, ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ എത്ര കാലം ജീവിക്കാൻ കഴിയും, ഹൗ ലോങ് പാൻഡ ക്യാൻ ലിവ്, അതാണ് അവിടെ എഴുതേണ്ടത്. കമ്മ്യൂണിക്കേഷൻ, പാൻഡ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിൽ 3 ഇൻസിഡൻസ് തന്നിട്ടില്ലേ, അതാണ് ഇവിടെ എഴുതേണ്ടത്. എനിമീസ്, ഹു ആർ ദ എനിമീസ് ഓഫ് ജയൻറ്റ് പാൻഡ, ജയൻറ്റ് പാൻഡൻ്റെ എനിമീസ് ആരൊക്കെയാണെന്നാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, സോ പ്ലീസ് കംപ്ലീറ്റ് ദ ടേബിൾ. Match the columns to make complete sentences. So there are 2 columns. You have to match the columns. First column, first one giant panda, second one female panda, third one pandas, fourth one pandas make a sound, fifth one humans. Second column, A have cat-like eyes, B like a god's bleating, C kill pandas for their fur, D is the symbol of peace in China, E are called saws. So please match the columns to make complete sentences. E section, fill in the missing letters to label the parts of the panda. ഇവിടെ ഒരു പാൻഡയാണുള്ളത്, പാൻഡയുടെ ഡിഫറെൻറ്റ് പാർട്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ലേബൽ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ ഡാഷ് എ ഡാഷ്, അത് ഞാൻ പറഞ്ഞിട്ടും അതെന്താണ്, ഇയർ, EAR, ഇയർ, ഇയർ എന്ന് പറഞ്ഞാൽ ചെവി. അപ്പോൾ ഇങ്ങനെ പാൻഡയുടെ ഡിഫറെൻറ്റ് പാർട്സ് നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യണം. ഓക്കെ, സോ പ്ലീസ് ഡു ദ വർക്ക്സ് ആൻഡ് സെൻഡ് ദം ടു മീ. See you in the next class.